യൂണിവേഴ്സിറ്റികളെ വരുതിയിലാക്കാൻ വീണ്ടും LDF സർക്കാർ നീക്കം. സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഇതിന്റെ തുടർച്ചയെന്ന ആക്ഷേപം. ചാൻസലറായ ഗവർണറുടെ അധികാരം വെട്ടി സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനും നീക്കം. മാർച്ച് 3-ന് ബിൽ സഭയിൽ അവതരിപ്പിക്കും. എസ് ശാലിനി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ സർവകലാശാല ഭേദഗതി ബില്ലുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് സർവകലാശാലകളെ സിൻഡിക്കേറ്റിലെ മേധാവിത്വം ഉപയോഗിച്ച് രാഷ്ട്രീയമായി വരുതിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടുള്ള ആക്ഷേപം ഉയരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് മാസം 3-ാം തീയതി അവതരിപ്പിക്കുന്ന ബില്ല് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരള, കാലിക്കറ്റ് ഒഴികെ 1984-ന് ശേഷം രൂപീകരിച്ച എല്ലാ സർവകലാശാലകളിലും UGC ഒരു മാതൃകാ ചട്ടപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിൻഡിക്കേറ്റുകളാണ് നിലവിലുള്ളത്. ഇതിനു പകരം MG സർവകലാശാല, കുസാറ്റ്, കണ്ണൂർ, കാലടി, മലയാളം സാങ്കേതിക സർവകലാശാലകൾ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് രൂപീകരിക്കാനാണ് ഈ ഭേദഗതി ഇപ്പോൾ ഉപയോഗിക്കാൻ ഇടത് സർക്കാർ നീക്കം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ സിൻഡിക്കേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 26-ൽ നിന്ന് 19 ആക്കാനും അതിലേക്ക് സെനറ്റിൽ നിന്ന് 10 പേരെ തെരഞ്ഞെടുക്കാനും ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മിക്ക സെനറ്റുകളിലും LDFന് ഭൂരിപക്ഷം ഉള്ളതിനാൽ സിൻഡിക്കേറ്റുകൾ അവരുടെ കയ്യിലാകുമെന്നുള്ളതിൽ സംശയമില്ല. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാൻ ഇനി സർവകലാശാലകൾ ഒരുപക്ഷെ സർവകലാശാല VC-ക്ക് മുകളിലേക്ക് സിൻഡിക്കേറ്റ് വളരുമെന്നുള്ളതിൽ സംശയമില്ല. അതിന് ആക്കം കൂട്ടുന്നത് കൂടിയാണ് ഈ ബില്ല് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അടിയന്തര നടപടി സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളിലടക്കം ഈ സിൻഡിക്കേറ്റ് അടക്കമുള്ള സമിതികളുടെ അധികാരം വൈസ് ചാൻസലർക്ക് പ്രായോഗികമാക്കണമെങ്കിലും അതിനുള്ള കാരണങ്ങൾ രേഖാമൂലം ബന്ധപ്പെട്ട സമിതി അറിയിക്കണമെന്നൊരു ഭേദഗതി കൂടി ഈ സർവകലാശാല ഭേദഗതി ബില്ലിൽ വരികയാണ്. എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സർവകലാശാലകളെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമമാണ് ബില്ല് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ മാർച്ച് 3-ാം തീയതി ബില്ല് നിയമസഭയിൽ കൊണ്ടുവരാനിരുന്നത്. എന്തായാലും വിശദമായ ചർച്ച ബില്ലിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ രാജ്ഭവനിലേക്ക് ബില്ല് എത്തിയാൽ അത് ഏത് തരത്തിൽ ഇനി നിലവിലെ ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ അതിനെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സർവകലാശാലകളെ മുഴുവൻ ഈ ഒരു ഭേദഗതി ബില്ലിലൂടെ രാഷ്ട്രീയ അതീതമാക്കി മാറ്റാനും ഒപ്പം തന്നെ ഇടത് സർക്കാരിന് കീഴിലാക്കി മാറ്റാനും ഭരണം മാറിയാലും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിൽ ഒരുക്കാനുള്ള ഒരു ശ്രമം കൂടിയായി ഈ ബില്ല് ഇടത് സർക്കാർ കാണുകയാണ്. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.